ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80ഓളം ഗവൺമെന്റ് പ്ലീഡർമാരെ നമ്മൾ നിയമിച്ചു. അതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ടായി. അത് ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഒരു വകുപ്പിന്റെയും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. ഇന്നുവരെ ഒരാളുടെയും വകുപ്പ് തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ. അത് ഞാൻ ബജറ്റ് അവതരിപ്പിച്ച ശേഷം എറണാകുളത്ത് ചെന്നതിന് ശേഷം ലോ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി AG-മായും DGP-മായും ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് മന്ത്രിമാരുടെയും കൂടി സെക്രട്ടറിമാരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഓരോ വകുപ്പിനും വകുപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെന്റ് പ്ലീഡറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല. ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തു. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഒരു 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാൽ കിട്ടില്ല. അപ്പൊ അത് വന്നപ്പോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം. ഇതിപ്പോ പിന്നെ ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മന്ത്രിസഭയിൽ ടേബിൾ ചെയ്ത് അവർക്കെല്ലാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ടാ. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഞാനല്ല, പലരും പല പ്രപ്പോസലും തന്നിട്ടാണ്. ആ പ്രപ്പോസലുകളാണ് പല രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസ് ആണ് പരിഗണിച്ച് ലോ ഡിപ്പാർട്ട്മെന്റ് അതിനകത്തൊരു ഫൈനൽ ഇതാക്കി ടേബിൾ ചെയ്യുന്നത്. ഇത് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയാണ് വെക്കുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിന്റെയും ഉത്തരവാദിത്തം എനിക്കാണ്. എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. അല്ല, ആണല്ലോ, പശ്ചാത്തലം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പേരുകൾ പോയത്. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തു, നേരെ ഇതാണെന്നൊന്നും അറിയാനുള്ള സംവിധാനമില്ല. പക്ഷേ നമ്മൾ വിജിലൻസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വേറെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു വകുപ്പിനും ഒരു വക്കീലിനും വെച്ച വക്കീൽ ഇതുവരെ ഒരു വകുപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹം ദേവസ്വത്തിന്റെ ഒരു കേസിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന് ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുമില്ല. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു, അല്ലാതെ ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ നിയമിച്ചിട്ടില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരാളെ നിയമിച്ചിട്ടില്ല. റവന്യൂ വകുപ്പിന് വേണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണം. അതിന് പർട്ടിക്കുലർ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അത് മന്ത്രിമാരുടെ അടുത്തും സെക്രട്ടറിമാരുടെ അടുത്തും ഒക്കെ അഭിപ്രായം തേടി അവരുടെ ഈ വിഷയത്തിൽ അവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നമ്മൾ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നിന്റെ കാര്യത്തിലെല്ലാം നമ്മളില്ലാത്ത മരുന്നുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. വിത്തിൻ 24 hours നമ്മൾ ബഹ്റിനിൽ നിന്ന് ആ മരുന്ന് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം നമ്മൾ പരിഹരിച്ചത്. ബഹ്റിനിൽ നിന്നാണ് ആ മരുന്ന് എത്തിച്ചത്. അടിയന്തരമായി ആ മരുന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ ആ വിഷയം തീർത്തത് യഥാർത്ഥത്തിൽ. അപ്പൊ മരുന്ന് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പൊ റിബാവാരിൻ എന്ന് പറയുന്ന മരുന്നാണ്, റിബാവാരിൻ എന്നുള്ള മരുന്നാണ് നിപ്പയായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു. അപ്പൊ ആ മരുന്നാണ് നമ്മൾ 24 hours ബഹ്റിനിൽ നിന്ന് സ്പെഷ്യൽ ഇതായിട്ട് വരുത്തിയിട്ട് ഇപ്പം എല്ലാ സ്ഥലത്തും കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല ഈ മരുന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഒന്ന് നിപ്പ സോണാണല്ലോ, നമ്മുടെ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നതല്ലേ.